പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ബലിതർപ്പണം നടത്തുകയാണ്. ബലിതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലും പ്രധാനപ്പെട്ട സ്നാനഘട്ടങ്ങളിലുമൊക്കെ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആലുവ മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഇന്ന് പുലർച്ചെ 2:30 മണിക്ക് തന്നെ തുടക്കമായി എന്നും ആലുവ മണപ്പുറത്ത് നിന്ന് വിഷ്ണു സുരേഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ്. വലിയ തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കനത്ത മഴയുണ്ടായിരുന്നു രാവിലെയൊക്കെ. പക്ഷെ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് പിതൃപക്ഷം തേടി ആ ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇപ്പോഴും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. പെരിയാറിന് തീരത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഏകദേശം 60ഓളം വരുന്ന ബലിത്തറകളാണ് ഇത്തവണ ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴ നിൽക്കുന്ന ഒരു പശ്ചാത്തലമായതിനാൽ തന്നെ ഈ വെള്ളത്തിലേക്ക് പെരിയാറിലേക്ക് ഇറങ്ങുന്നതിനടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം പോലീസ് സുരക്ഷ ഏകദേശം 200ഓളം വരുന്ന പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ 1 കിലോമീറ്റർ അവിടെ വെച്ച് വാഹനം തടഞ്ഞ് ബാക്കി ആളുകളെ അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് നടത്തിയാണ് വിടുന്നത്. എപ്പോ വന്നതാ? എത്ര മണിക്ക് വന്ന? 7 മണി കഴിഞ്ഞ് വന്നപ്പോ. വെള്ളം പ്രശ്നമുണ്ടോ? തിരക്കില്ല, വലിയ കുഴപ്പമില്ല. തിരക്ക് ഇത്തവണ വെള്ളം കൂടുതലുണ്ടല്ലോ പെരിയാറ്. പെരിയാറ് അത്ര വെള്ളം ഇല്ല, എന്നാലും വെള്ളമുണ്ട്. മഴ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, മഴ പ്രശ്നമൊന്നുമില്ല. കാരണം മാർക്ക് വേണ്ടി വന്നതല്ലേ. മഴ ഒരു പ്രശ്നവും ഇല്ല. എല്ലാ വർഷവും വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. പറ്റുന്ന കാലം വരെയും വരാം.